എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോണോക്സയിൽ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 27. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ലിന്ന് മത്സരിക്കുന്നതാണ്. അവനെന്ന് ഫൈറ്റ് അറ്റാക്ക് ഒന്നും ചെയ്യാതെ അവന്റെ അൾട്ടിമേറ്റ് സ്കില്ല് ഡിഫൻസ് അത് യൂസ് ചെയ്ത് നിൽക്കുവാണ്. ഓപ്പണന്റ് വാരിയർ ടെമ്പിളാണ് അവ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പൊട്ടിക്കാൻ കഴിഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ പിടിച്ചു തന്നതുകൊണ്ട് ടൈ ആയി. മറ്റവനാവട്ടെ കരച്ചിൽ, എനിക്ക് അവന്റെ ഷീൽഡ് പോലും പൊട്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവൻ നടന്നു വന്ന് ഷോയൊക്കെ കാണിച്ചിരിക്കുന്നു. ലീഷിനാകട്ടെ അവൻ ഒരിക്കൽ പോലും അറ്റാക്ക് ചെയ്യുന്നത് കാണിച്ചില്ല. മാസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു. ഹാവച്ചൻ ടീം സെറ്റ് ചെയ്യുമ്പോൾ അവൻ എടുക്കുന്നത് യൂസ്ലെസ് ആകില്ലേ. എന്നാൽ മാസ്റ്റർ അവന്റെ ടാലന്റ് അത് വേറെ കാണുമെന്നാണ് പറഞ്ഞ് ലീഷൻ എന്ന് അവനെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അടുത്ത മാച്ച് സിമ ഓപ്പോണന്റ് ആയിട്ട് ഹീറോയിനും. ഏട്ടാ, നീ അന്ന് എന്നെ തോൽപ്പിച്ച് ഇന്ന് അസാസിൻ ടെമ്പിളിലെ ഫസ്റ്റ് ആയ ആള് നീ കണ്ടു. ഹീറോ എഴുന്നേറ്റ് പോകുന്നു. അവസാനം സ്ട്രോങ് ആയ ഒരു ഓപ്പോണന്റിനെ തന്നെ കിട്ടി എന്ന് പറഞ്ഞ് സിമയും വരുന്നു. രണ്ടുപേരും വന്ന് നിൽക്കുന്ന റെഡിയാകുക എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരികയാണ് സിമ. അവന്റെ ആ ഹാമർ പോലെയുള്ളത് വെച്ച് അറ്റാക്ക്. എന്നാൽ ഹീറോയിൻ ആ സെൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറി. ഈ പെണ്ണിനെ കാണാൻ കൊള്ളാല്ലേ. സ്റ്റോറി, ഹീറോയിൻ മൂവ് എടുക്കാൻ പോകുന്നു. ഇനി കാണാം. അവൾ അതുപോലെ ചെയ്ത് സ്പീഡിന് വന്ന അറ്റാക്ക്. സിമയ്ക്ക് റിയാക്ഷൻ ടൈം പോലും കൊടുത്തില്ല. അത്രയ്ക്ക് സ്പീഡിന് വന്നാണ് അറ്റാക്ക് ചെയ്തത്. എങ്കിലും അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ അടിച്ചിട്ട് ഹാപ്പി ആയിട്ട് കാണുകയാണ് ലിന്നും. ഇത് വീഡിയോ എടുക്കാനുള്ളതായിരുന്നു. ഹീറോയിൻ സ്ട്രോങ് ആണ് എന്ന് കണ്ട് അതിശയത്തിലെ ലീഷനും ഒരു ലെവൽ 5 ഹീലർ ഡിഫൻസ് മാത്രം ചെയ്താൽ പോലും ടൈ ആകും എന്ന് ഇവൻ അങ്ങനെയല്ല അറ്റാക്കിൽ ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചാൻസേ ഇല്ല. ഹീറോയിൻ അവന്റെ ഹാമർ എടുത്ത് പവർ ഉപയോഗിച്ച് നേരെ എറിയുന്നു. അത് അവന്റെ നേരെ വന്നു. അവൻ വലിച്ച് എറിഞ്ഞത് അത് പിടിച്ചു. എന്നാൽ അവൻ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്തതുപോലെ അല്ല, അത് വേറെന്തോ മാറ്റം വരാനായിട്ടും തുടങ്ങി. അവൻ ബെർസർക്ക് അത് യൂസ് ചെയ്യുകയാണ്. അതെന്താണെന്ന് സോൾലാൻഡ് BTTH ഒക്കെ കണ്ടവർക്ക് അറിയാം. ഇനി അറിയാത്തവർക്ക് മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ അത് പെയ്യും പോലും മനസ്സിലാകാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്യും. പലതവണ സ്ട്രോങ് ആയിട്ട് മാറും. അവന്റെ ബാക്കിലായിട്ട് മാർഷൽസോൾ ഫോമിൽ ഇതിൽ ആംഗിൾ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു സ്കില്ലാണ് മറ്റേ ബെർസർക്കിൻ്റെ തന്നെ. എന്നാൽ അത് വാരിയർ ടെമ്പിളിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കാൻ ബെർസർക്ക് ബ്ലഡ് ഉപയോഗിക്കണം. ഈ ലെവൽ വരെ എത്തണമെങ്കിൽ അവൻ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ഫേസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊന്ന് മനസ്സിലായി. എനിക്ക് അവൻ എന്തുകൊണ്ട് ഹീലൻ ടെമ്പിളിൽ ചേർന്ന് ആർക്കറിയാം. ഇനി നിന്റെ അറ്റാക്ക് യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. ഹീറോയിൻ അറ്റാക്ക് ചെയ്യുന്നില്ല, മാറി പോവുകയാണ്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുക. കാരണം ഫൈറ്റിലായതുകൊണ്ട് തന്നെ മുൻപൊക്കെ പറയുന്നത് പോലെ ഒന്നും പറയാനൊന്നുമില്ല. അതുപോലെ ഈ സീരീസ് ഓൺ ഗോയിങ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടുന്ന സ്പീഡ് വെച്ച് ഈ അടുത്ത കാലത്തൊന്നും എത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഉടനീളം ഫൈറ്റാണ്. എങ്കിൽ കൂടി ഇടയ്ക്ക് പാർട്ട് സ്റ്റോറി കൊണ്ട് അത് സ്ലോ ആക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ഫൈറ്റല്ല ഇതുപോലെ സ്പീഡിന് കാണിച്ചു പോവാം. അങ്ങനെ വേണം അത് ഈ രീതി എത്തിയോ. എങ്കിലും ചിലപ്പോൾ ടൈം അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ട്രെങ്ത് മുൻപത്തെ പോലെയല്ല. എങ്കിൽ കൂടി ഹീറോയിന്റെ യഥാർത്ഥ പവർ കാണിക്കാതെ തടയുന്നുണ്ട്. അവന്റെ ബെർസർക്ക് അതിന്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നത് എന്നത് ഹീറോയിന് മനസ്സിലായി. അവനവളോട് നിന്റെ ട്രൂ സ്ട്രെങ്ത് കാണിക്കാനായിട്ട് പറഞ്ഞു. ഓക്കെ, അവസാനം എന്റെ അവസാന അറ്റാക്ക് നീ ഫേസ് ചെയ്യാൻ പറഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ഹീറോയിനോട് ടെക്നിക്ക് അത് തിരിച്ച് ഉപയോഗിക്കുന്നു. ഒരു രൂപം പോലെ സ്പിയർ കൊണ്ടുവരുന്ന രണ്ടു കൂട്ടിയിടിച്ച് എന്താണ് നടന്നതെന്ന് പറഞ്ഞില്ല. നീ സ്ട്രോങ് തന്നെയാണ് എന്ന് പറഞ്ഞത് വീണു. സിമ എവിടെ വീണു. അങ്ങനെ ആ മാച്ച് ഹീറോയിൻ ജയിച്ചു. അവക്കൊരു റിയാക്ഷനും ഇല്ല. ടൈമായി അവൻ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പോവുകയാണ്. ഹാവച്ചന്റെ അടുത്തേക്ക് വന്ന മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു. അവള് ജയിച്ചു എന്ന് പറയുന്നു. അവന്റെ പറയാനായിട്ട് തുടങ്ങി. ടോപ്പ് 16 മാച്ച് എന്റെ കറായി ഓരോ കണ്ടസ്റ്റന്റും 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വാങ്ങ്. അവൻ എല്ലാ മാച്ചിൽ ജയിച്ച് ഫസ്റ്റ് പ്ലേസിൽ. അതുപോലെ ലെവൽ 5 ഉള്ള രണ്ടുപേരും അടുത്ത സ്ഥാനത്ത്. അത് നൈറ്റ് ടെമ്പിളിലെ സ്ട്രോങ് ആയി വരിക. അതുപോലെ പല ടെമ്പിളിൽ നിന്നും കുറച്ച് പേര് വന്നിട്ടുണ്ട്. ലീഷൻ ഹീറോയിൻ അവളെ കണ്ട ഉടനെ ലിന്ന് തോൽവി സമ്മതിച്ച്. ഹീലൻ ടെമ്പിളിൽ നിന്ന് കുറച്ച് പേര്, അങ്ങനെ ഈ ഹുവാങ് ചിങ്കി ഉൾപ്പെടെ 15 പേര് ടോപ്പ് 15ലേക്ക് വന്ന്. ഇനിയുള്ളത് ഒരേ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി മത്സരിക്കുന്നത് വാങ്ഷിയും ഹാവച്ചനുമാണ്. അതിന് കയറാൻ നിൽക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ പോയിന്റാണ്. അതുപോലെ വേറെ ആർക്കും ഇത്ര പോയിന്റ് ഇല്ല. അവൻ കുറച്ച് മാച്ച് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം ആണ് അവൻ ടോപ്പ് 16ലേക്ക് കയറാനായിട്ട് ഇത്ര പാടുപെടുന്നത്. അവ കയറുമെന്ന് വാക്ക് കൊടുത്ത് അവളും അതിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റർ വാങ്ഷിയെ പറ്റിയുള്ള കാര്യങ്ങൾ അത് അനലൈസ് ചെയ്തു പോരൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡിഫൻസ് എനർജി നിനക്ക് കൂടുതലാണ്, എങ്കിലും സ്പീഡ് അവൾക്കാണ്. അതുപോലെ അറ്റാക്കിങ് മെയിനായിട്ട് അവളുടെ വെപ്പൺ അത് യൂസ് ചെയ്തിട്ടില്ല. ബീസ്റ്റിനെ എടുത്തിട്ടില്ല. നിനക്കത് എളുപ്പമാകില്ല. അവളുടെ അറ്റാക്ക് സ്റ്റൈൽ അത് എങ്കിൽ സൗത്തേൺ ഫോർട്ടിലെ പോലെയാണ് എന്ന് മനസ്സിലാക്കി ഷോക്ക്. ഈ സമയത്ത് ഹാൻകോൻ പറയാൻ തുടങ്ങി സൗത്തേൺ ഫോർട്രസ് അതൊരു വാരിയർ ടെമ്പിളാണ് ഇപ്പം ഗാർഡ് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് മാസീവായിട്ട് അറ്റാക്ക് ടീമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്ന് ഒരുപാട് ജീവൻ നഷ്ടമായെങ്കിലും ഇപ്പോഴൊന്ന് കുറഞ്ഞു. എന്നാൽ അവരെല്ലാവരും മെയിനായിട്ട് ഒരു പ്ലേസ് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. എങ്കിൽ ഇങ്ങനെ പോയെങ്കിൽ അടുത്ത കുറച്ച് വർഷം കൊണ്ട് തന്നെ മെയിനായിട്ടുള്ള 6 പാസേജ് അതവർ കൈയടക്കും. ഹ്യൂമാനിറ്റിയുടെ അവസാനം വരെയും സക്സസ് ആകാതെ നോക്കണം. ഇനി അഥവാ ഡിസ്ട്രോയ് ആയ എന്ന് മാത്രം പറഞ്ഞു നിർത്തി. അത് കഴിഞ്ഞ് ഹാനു അവൻ്റെ സിസ്റ്ററിന് ലെറ്റർ എഴുതിയ അവൻ്റെ ഗ്രാൻഡ് പറയുന്നത് കേൾക്കാൻ അവന് ആഗ്രഹമില്ല. അവൻ
ഡീമൺ ഹണ്ടിങ് ഗ്രൂപ്പ് അതിൽ ചേരാനുള്ള ചാൻസ് അത് നഷ്ടപ്പെടുത്തി. എനിക്ക് ഫ്രണ്ട് ലൈനിൽ നിന്ന് റിവഞ്ച് ചെയ്യാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ട് ബോർഡറിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ഒരു ലോ ലെവൽ സോൾജറായിട്ട് ഞാൻ വരും. ഉറപ്പായും നമ്മുടെ റിവഞ്ച് ചെയ്യും. നീ നന്നായിട്ടിരിക്കുക, എൻ്റെ ഓർത്ത് നിൽക്കണ്ട എന്ന ലെറ്റർ അതവിടെ എഴുതിയിട്ട് പിന്നെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് സോൾജേഴ്സ് അലർട്ടായിട്ട് വന്ന് പോകുന്നത്. ബോർഡറിൽ ഡീമൺസ് വന്നു. അത് കേട്ട് ഇത്ര പെട്ടെന്ന് എനിക്ക് ഒരു വഴിയുള്ളൂ, നൈറ്റ് ഗാർഡ് ആവുക. അത് കഴിഞ്ഞ് പിറ്റേന്ന് ആ പറഞ്ഞ മാച്ച് ഹാവച്ചനും വാങ്ഷിയും അവർ രണ്ടുപേരും പോവുകയാണ്. അവളെ 2 മാച്ച് സ്കിപ്പ് ചെയ്തു. കാരണം അറിയില്ല, അവൾ സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ റെഡ് എന്ന ബെർത്തറിലോ ലെവൽ 5, അവൾ ലെവൽ 4 ആണ്. ഉറപ്പായി നോക്കും. അപ്പോഴാണ് ആക്ഷൻ നോക്കുമ്പോൾ വാങ്ഷി അവിടെ ഉണ്ടായിരുന്നു. ദേവക്കോ എന്ന് ഒന്നും അറിയാത്ത പോലെ അവളോട് പോയി. അപ്പോൾ ആശ്വാസമായി. അത് കഴിഞ്ഞ് അവർ അരീനയിൽ വന്ന് അവനോട് എനിക്ക് പ്ലേസിലേക്ക് കയറണം, നീ നല്ല ടാലൻ്റ് ഉണ്ട്, ഞാൻ ടീം ഉണ്ടാക്കുമ്പോൾ നിന്നെ ചൂസ് ചെയ്യും, ഞാനും നിന്നെ ചൂസ് ചെയ്തേക്കാം എന്ന് എനിക്ക് ഇതാണ് ആവശ്യം. പിന്നെ അവരുടെ ഫൈറ്റ് തുടങ്ങി. രണ്ടുപേരും ഏറ്റുമുട്ടുന്നു. അവൾക്ക് സ്പീഡുണ്ട്, ഹാവച്ചന് ഡിഫൻസ് ആണ്. അവൾ ലെവൽ 4 ആണ്. അതുകൊണ്ട് ആ ലെവൽ വരെയുള്ള എനർജിയെ കാണും എന്നാണ് അവൻ. അതുകൊണ്ട് തന്നെ ആർമർ, സോഡ്, ഷീൽഡൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ വാങ്ഷി ആർമർ, കൈ, ഫിസ്റ്റ് ഉപയോഗിച്ചാണ് അറ്റാക്കും. അങ്ങനെ ഫൈറ്റ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും പെട്ടെന്നാണ് ഹാവച്ചന്റെ ഷീൽഡ് പൊട്ടിപ്പോയത്. അവളുടെ കയ്യിലുള്ള ആ ലിക്വിഡ് എനർജി അതുകൊണ്ട് ഷോക്കായി പോയി. ഞാൻ പറയാൻ മറന്നു, 2 ദിവസം മുൻപ് മാച്ചിന് 2 ഡേറ്റ് മാച്ചിന് ഇല്ലായിരുന്നു. ആ സമയം ട്രെയിനിങ് കൂടി ചെയ്ത് ലെവൽ 5 ആയിരുന്നു. പറഞ്ഞു വന്നാൽ അവൾ ലെവൽ 5 ആണ്. പിന്നെ മാസ്റ്റർ അവനോട് പറഞ്ഞ ഓരോന്നും കൂടിയാകുമ്പോൾ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ആ ലെവല് അതാ മാത്രമായിരുന്നു. ഇപ്പൊ സെയിം ആയതുകൊണ്ട് ഹാവച്ചന്റെ ടാസ്ക് തന്നെയാണ്. അവൻ അറ്റാക്ക് ചെയ്യുന്നത് കില്ലിംഗ് മൂവായ രീതിയിലാണ് എന്നത് അവന് മനസ്സിലായി. ഡിഫൻസ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് പലതവണ ആയിട്ട് എതിർക്കാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. അവളുടെ കയ്യിലുള്ള ഫിസ്റ്റിന്റെ പവർ വളരെ സ്ട്രോങ് ആയതായിരുന്നു. അവന്റെ സ്കില്ല് പോലും അവൾ കൈ കൊണ്ട് പിടിച്ച് ബ്രേക്കാക്കി. അതിൽ വലിയ ഇഞ്ചുറി അവൾക്ക് പറ്റുന്നുണ്ട്. എന്നിട്ടും അത് തന്നെ ചെയ്യിക്കാണ്. എങ്കിലും ഡിഫൻസൊക്കെ വെച്ച് തടയുന്നുണ്ട്. എന്നാൽ വാങ്ഷി ആ കൈ വെച്ച് ഇടിച്ചിടിച്ച് പൊട്ടിച്ചു, അവനെ തെറിപ്പിച്ചു. അവനിപ്പോഴാണ് ആ കാര്യം തന്നെ ശ്രദ്ധിക്കുന്നത്. അവൾക്ക് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ ഓരോ നിമിഷവും സ്ട്രോങ് ആയിട്ട് വരികയാണ്. ഇതെങ്ങനെ ഇന്നും മനസ്സിലായില്ല. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പിന്നെ പല പ്രാവശ്യം നോക്കി കഴിയാതെ വരുന്നത്. നിനക്ക് ഒരേ ടൈം ഡിസിപ്ലിൻ ഗാർഡിയനേറ്റായി, എന്നാൽ അല്ലാതെ വേറെ സ്മൂത്തായിട്ട് നീ പോകുമെന്നാണോ? അങ്ങനെയെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞ അറ്റാക്ക്. ആ അറ്റാക്കും എല്ലാം അവൾക്ക് ഏറ്റവും വാങ്ങിച്ചിട്ട് മുന്നോട്ട് വരുന്നത്. പരുക്ക് കിട്ടുന്നതോടൊപ്പം അവൾ സ്ട്രോങ് ആയിട്ട് മാറുന്നു. അങ്ങനെ അബ്സല്യൂട്ട് ഫിസ്റ്റ് എന്നൊരു സ്കിൽ യൂസ് ചെയ്ത് എതിർക്കാൻ നോക്കി അവൻ്റെ സോഡ് പൊട്ടി. അവൻ്റെ 2 സോഡും പൊട്ടിപ്പോയി. അതിൽ ഇപ്പോൾ അവന് നല്ല പരിക്ക് പറ്റി ഏൽക്കാനും തുടങ്ങി. എന്നാൽ സ്ട്രെങ്ത് കൂടുന്നില്ല എന്നതാണ്. അവൻ പിന്നെ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. റൺബുക്കും അവൾ എന്തോന്ന് ചെയ്യുകയാണെന്നത് മനസ്സിലായി. അവനോട് നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, തോൽവി സമ്മതിക്കാനായിട്ട് പറയുന്നു. അവൻ സോഡില്ല, സ്ട്രെങ്ത് ഇല്ല, ഇനി എന്താണ് അവനുള്ളത്? അവിടെ ഉള്ള ഒരു ഹാവച്ചൻ ബ്രദറിലോ തോൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഷോക്ക്. അപ്പോൾ ഇനി അവര് എങ്ങനെയാണ് ടോപ്പ് 14 കയറാൻ കഴിയുക എന്നൊക്കെ നോക്കാം. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.